നിങ്ങളുടെ പ്രമേഹം എത്രയായാലും അതിനെ 50% കുറയ്ക്കാൻ പാകത്തിനുള്ള നേർപകുതിയാക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണത്. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്നാണ്. ഇതിന് കാര്യമായിട്ട് ചെലവൊന്നുമില്ല, അതുപോലെ പാർശ്വഫലങ്ങളില്ല. നമുക്കറിയാവുന്ന ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചാൽ വേറെ 3-4 രോഗങ്ങളുണ്ടാവും. പിന്നെ അതിനുമൊക്കെ മരുന്ന് കഴിക്കേണ്ട കാലമാണ്. അത്തരം സൈഡ് എഫക്റ്റൊന്നും ഇല്ലാത്ത വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണിത്. പ്രമേഹമുള്ള 100 കണക്കിന് പേരിൽ ഞാനിത് പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുള്ള മരുന്നാണ്. അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇതിനെ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ചോദിക്കും, സാർ ഇത് ഏത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, എന്ത് വില വരും, ഇത് ആയുർവേദമാണോ, അലോപ്പതിയാണോ, സിദ്ധയാണോ, യുനാനിയാണോ, നാച്ചുറോപ്പതിയാണോ, ഏതാണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു പതിയല്ല ഇത്. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആയാസമാണ്, വ്യായാമമാണ്. പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ കാരണമെന്ന് പറയുന്നത് ശരീരത്തിന് യോജിക്കാത്ത ആഹാരവും വ്യായാമത്തിന്റെ കുറവുമാണെന്നും അറിയാൻ പാടില്ലെങ്കിൽ ഇപ്പൊ അറിയണം. അതുകൊണ്ട് ഈ 2 പ്രശ്നങ്ങളിലൂടെ മാത്രമേ നമുക്ക് പ്രമേഹത്തെ ഫലപ്രദമായിട്ട് കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കുകയുള്ളൂ. അതിലൊന്നിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു 10-50 വർഷം മുമ്പ് കേരളത്തിൽ ഇതുപോലെ പ്രമേഹം ഉണ്ടായിരുന്നില്ല. നമ്മളുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് വളരെ അപൂർവമായിട്ടുണ്ടായിരുന്ന രോഗമായിരുന്നു പ്രമേഹം. അതിന്ന് സർവ്വവ്യാപിയായിട്ട് മാറിയിരിക്കുന്നു. ഒരു പ്രമേഹ രോഗിയുമില്ലാത്ത ഒരു വീടുമില്ല എന്നായിരിക്കുന്നു കേരളത്തിലെ അവസ്ഥ. പല വീട്ടിലും 2-3 പേര് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളാണ്. അവർ ചോറിട്ട് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മയും, അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയും ഒക്കെ ഇതിന്റെ 2 ഇരട്ടിയും 3 ഇരട്ടിയും ചോറുണ്ടിട്ടുണ്ട്, കപ്പ തിന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇതുപോലെ പ്രമേഹം ഉണ്ടായിരുന്നില്ല. കാരണം അവർ കഴിച്ചിരുന്ന ആഹാരത്തിനനുസരിച്ച് അവർ വ്യായാമം ചെയ്തിരുന്നു. ഒരുപക്ഷെ അവർ ജിമ്മിൽ പോയിട്ടുണ്ടാവില്ല, അവർ കസർത്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവർ നേരം വെളുത്തെഴുന്നേറ്റ് യോഗാസനവും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമം ആവശ്യമായിരുന്നില്ല. അന്ന് ഇതുപോലെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നടന്നു പോകും, ഓടും, ചാടും, മല കയറും, മരം കയറും, നീന്തും. അതുപോലെ വീട്ടിൽ ആയാസകരമായിട്ടുള്ള അധ്വാനങ്ങൾ, മുറ്റമടിക്കും, അരിക്കും, നെല്ലുകുത്തും, ഇത്തരത്തിലുള്ള ധാരാളം പണികൾ അവർ ചെയ്തുമായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള വ്യായാമം, ആയാസം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം ആഹാരം കഴിച്ചിട്ടും പ്രമേഹം ഇതുപോലെ ഉണ്ടാകാതിരുന്നെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ അടിവരയിടേണ്ടത് പ്രമേഹത്തെ വളരെ ഫലപ്രദമായിട്ട് കുറയ്ക്കാൻ ഈ ആയാസത്തിന് സാധിക്കും, ഈ വ്യായാമത്തിന് സാധിക്കും എന്നുള്ള കാര്യമാണ്. ഇന്നാണെങ്കിൽ നമുക്ക് ആഹാരത്തിനൊരു കുറവില്ലതാനും വ്യായാമം ഒട്ടുമില്ലതാനും. അതാണ് കേരളത്തിലെ പ്രമേഹം ഇതുപോലെ കാട്ടുതീ പോലെ പടർന്നു പിടിക്കാനുള്ള കാരണം. ഇനി എങ്ങനെയാണ് വ്യായാമം ഫലപ്രദമായിട്ട് പ്രമേഹത്തെ പ്രതിരോധിക്കുന്നത്, പ്രമേഹത്തെ ഇല്ലാതെയാക്കുന്നത് നോക്കാം. പ്രമേഹത്തിന്റെ പ്രധാന കാരണം നിങ്ങൾക്കറിയാം. ആഹാരത്തിലൂടെ ശരീരത്തിനകത്ത് ചെല്ലുന്ന അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്, പഞ്ചസാരയാണ്, ഷുഗറാണ്, അന്നജമാണ് കാരണം. അന്നജം എന്ന് പറഞ്ഞാൽ അത് ഫ്യൂവലാണ്, ഇന്ധനമാണ്. ശരീരത്തിന്റെ നിരവധിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം സപ്ലൈ ചെയ്യലാണ് ഇതിന്റെ ഉദ്ദേശം. ആഹാരം നമ്മൾ കഴിക്കുന്നു, ഈ ആഹാരത്തിൽ നിന്ന് ശരീരത്തിനകത്ത് ചെല്ലുന്ന ഊർജത്തെ അതിനനുസരിച്ച് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കും, ഊർജത്തിന്റെ ആധിക്യം ഉണ്ടാകും. നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി വേണ്ടത് 3000 കലോറി ആണെങ്കിൽ നമ്മൾ 4000 കലോറി കഴിച്ചാൽ 1000 കലോറി എക്സസ് ആയിട്ട് വരും, കൂടുതലായിട്ട് വരും. ഇതിന് ശരീരം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇത്തരം വരുന്ന കലോറിയാണ് ശരീരം കൺവേർട്ട് ചെയ്തിട്ട് കൊഴുപ്പാക്കി മാറ്റി ശരീരത്തിന്റെ പല ഭാഗത്തും സംഭരിച്ചു വയ്ക്കും. നമ്മളുടെ വയറിനുള്ളിൽ സംഭരിച്ചു വയ്ക്കും, നമ്മളുടെ ഹാർട്ടിനുള്ളിൽ സംഭരിച്ചു വയ്ക്കും, അതുപോലെ രക്തക്കൊല്ലുകൾക്കുള്ളിൽ സംഭരിച്ചു വയ്ക്കും, തൊലിക്കുള്ളിൽ, ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സംഭരിച്ചു വയ്ക്കും, യൂട്രസിനകത്ത് പോലും സംഭരിച്ചു വയ്ക്കും. അതാണ് സിസ്റ്റൊക്കെ ഇതുപോലെ കൂടാനുള്ള കാരണം. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് പൊണ്ണത്തടി ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് കൺവേർട്ട് ചെയ്ത് സംഭരിച്ചു വയ്ക്കാൻ ഇൻസുലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പാൻക്രിയാസിന്റെ വർക്കിങ്ങിലോട് കൂടും. ഇത് മാത്രമല്ല, ഈ പ്രോസസ്സിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ശരീരത്തിന് വേറെയും ഊർജ്ജം ചെലവഴിക്കേണ്ടതുണ്ട്. അനവധി മറ്റു തരത്തിലുള്ള പ്രവർത്തികൾ നടത്തേണ്ടതുണ്ട്. ഇത് നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും, നമ്മളെ അനാരോഗ്യത്തിൽ നയിക്കും, അതുപോലെ നമ്മളുടെ ഏജിങ്, അകാല വാർദ്ധക്യത്തിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ തൊണ്ടയിലൂടെ അകത്തിക്കലുന്ന ഓരോ കൂടുതലുള്ള ചോറും
അതൊക്കെ നമ്മളുടെ അന്ധകനായിട്ട് നമ്മളുടെ കാലനായിട്ട് തീരണമെന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പണ്ട് അരി എത്തി എന്ന് പറയാറുണ്ട്. ആഹാരം കൂടുതൽ കഴിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ ഇവിടുന്ന് യാത്ര പറഞ്ഞ് പിരിയും. അപ്പോൾ പറയും അവന്റെ അരി എത്തി എന്നാണ് പണ്ട് നമ്മളുടെ കാരണന്മാർ പറഞ്ഞിരുന്നത്. ഈ അരി എത്തി എന്ന് പറയുന്നത് കൂടുതൽ അരി കഴിക്കുന്നവർക്ക്, കൂടുതൽ ആഹാരം കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ മിതമായിട്ടുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും വളരെ സമ്യക്കായിട്ട്, വളരെ കൃത്യമായിട്ട്, ശാന്തമായിട്ട് നടക്കും. അത് നമുക്ക് ഒരിക്കലും ആരോഗ്യ പ്രശ്നത്തിന് കാരണമായി തീരുന്നില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ വരുന്ന ഈ അന്നജത്തിന്റെ ആധിക്യമാണ് ഇന്ന് കാണുന്ന 90% ആരോഗ്യ പ്രശ്നങ്ങളെയും കാരണം. ഇങ്ങനെ അന്നജം കൂടുതൽ എന്നാൽ സംഭവിക്കും, പാൻക്രിയാസിന് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും നമ്മളുടെ ഒരു അവയവം കൂടുതൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് ആരോഗ്യക്ഷയം ഉണ്ടാവും, അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അതിന് നീർക്കെട്ടുണ്ടാവും, അതിന് അനാരോഗ്യം ഉണ്ടാവും. ഇത് നമ്മളിലെ പാൻക്രിയാസിന് സംഭവിക്കുന്നു. പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു, ആ ഇൻസുലിനെ ശരീരം ഉപയോഗിക്കാതെ വരുന്നു. അങ്ങനെയാണ് ബ്ലഡിൽ ഷുഗർ കൂടി നമ്മളൊക്കെ പ്രമേഹ രോഗിയായി തീരേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കേണ്ടി വരുന്നത്? നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ചെല്ലുന്നു. ഈ കാർബോഹൈഡ്രേറ്റിന് ഉത്ഭൂതമാകുന്ന ഗ്ലൂക്കോസിനെ മുഴുവൻ നമ്മൾ ഉപയോഗിക്കാതെ അതിനെ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു. ഈ രണ്ട് പ്രക്രിയയ്ക്കും പാൻക്രിയാസിന് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കേണ്ടി വരുന്നു. അങ്ങനെ ഇതിന്റെ വർക്കിനോട് കൂടുന്നു. ഇതാണ് പാൻക്രിയാസിനെ തളർത്തുന്നത്, പാൻക്രിയാസിനെ തകർക്കുന്നത്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ആയാസകരമായിട്ടുള്ള അധ്വാനങ്ങൾ ഉണ്ടെങ്കിലോ വ്യായാമം ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിച്ച ആഹാരത്തിൽ നിന്ന് ശരീരത്തിനകത്ത് ചെല്ലുന്ന അധികമായിട്ടുള്ള അന്നജം അതിനെ ബേൺ ചെയ്ത് കളയാൻ വേണ്ടി കത്തിച്ച് കളയാൻ സാധിക്കും. കാരണം നമ്മളുടെ പ്രവൃത്തികൾക്കെല്ലാം ഊർജ്ജം ആവശ്യമുണ്ട്. ആ ഊർജത്തിന് വേണ്ടിയിട്ട് ഈ അധികമായിട്ടുള്ള അന്നജത്തെ ഉപയോഗിക്കുമ്പോൾ അതിനെ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നില്ല. അതിന്റെ ഫലമായിട്ട് പാൻക്രിയാസിന്റെ വർക്കിങ്ങിലോട് അത്രയും കുറയും, അതിന് അത്രയും ആശ്വാസമാവും. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്പം അന്നജം കൂടുതലകത്ത് ചെന്നു കഴിഞ്ഞാൽ പോലും മസിലുകൾക്കിടയ്ക്ക് ഇടയുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ബ്ലഡിലേക്ക് വരുന്ന ഗ്ലൂക്കോസിന്റെ 5% ബ്ലഡിൽ തന്നെ നിലനിർത്തും സാധാരണ പ്രയോഗത്തിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള 20%, 20% നമ്മുടെ ലിവറിലെ കരളിലാണ് സ്റ്റോർ ചെയ്യണത്. ബാക്കിയുള്ള 75% സ്റ്റോർ ചെയ്യണത് മസിലുകൾക്കുള്ളിലാണ്. അപ്പോൾ ആയാസകരമായ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ സംഭവിക്കും, മസിൽ കുറഞ്ഞു വരും. ആഹാരത്തിലൂടെ കുറച്ച് അധികം അന്നജം അകത്തി എന്നാൽ പോലും അതിനെ സ്റ്റോർ ചെയ്യാൻ മസിലുകൾ ഇല്ലാതെ വരുന്ന അവസ്ഥ വരും. ആഹാരം കഴിക്കുന്നു, അതിൽ നിന്ന് ബ്ലഡിലേക്ക് ഷുഗർ ചെല്ലുന്നു, ഈ ഷുഗറിനെ ഉപയോഗിക്കുന്നില്ല, ഇതിനെ സ്റ്റോർ ചെയ്യാൻ ശരീരത്തിൽ സ്ഥലവും ഇല്ലാതെ വന്നാൽ സംഭവിക്കും, അത് ബ്ലഡിൽ ഷുഗർ കൂടും. അങ്ങനെയാണ് നമ്മളുടെ ബ്ലഡിൽ ഇത്രയധികം ഷുഗർ കൂടുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി വ്യായാമം ചെയ്യുന്ന 2 ഗുണമുണ്ട്. ഒന്ന്, ഈ അധികമുള്ള ഷുഗറിനെ നമുക്ക് കത്തിച്ച് കളയാൻ സാധിക്കും. രണ്ടാമത്, ഇതിനെ സ്റ്റോർ ചെയ്യാനുള്ള ഇടം ശരീരത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ബ്ലഡിലെ ഷുഗർ ഓട്ടോമാറ്റിക്കലി കുറയും. അങ്ങനെ നമുക്ക് ബ്ലഡ് ഷുഗർ കുറച്ചു കൊണ്ടുവരാൻ വ്യായാമത്തിലൂടെ സാധിക്കും. വ്യായാമത്തിന്റെ മറ്റൊരു ഗുണം, നമ്മളുടെ പാൻക്രിയാസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ എല്ലാ സെല്ലുകളിലും ചെന്നാൽ മാത്രമാണ് അതിന്റെ മൈറ്റോകോൺട്രിയയിലേക്ക് ഗ്ലൂക്കോസിനെ കടത്തിയിട്ട് ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മളുടെ ഉദരത്തിന്റെ ഭാഗത്തിരിക്കുന്ന പാൻക്രിയാസിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ, എല്ലാ സെല്ലുകളിലും എത്തണമെങ്കിൽ വ്യായാമം ഇല്ലാതെ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ച് ശരീരത്തിനകത്ത് ചെല്ലുന്ന ഗ്ലൂക്കോസ്, ഈ ഗ്ലൂക്കോസും കൃത്യമായിട്ടുള്ള സപ്ലൈ ശരീരത്തിൽ നടക്കണം. ഓരോ സെല്ലുകളിലും അതും എത്തിച്ചേരണം, എങ്കിൽ മാത്രമാണ് ഊർജ്ജോൽപാദനം നടക്കുകയുള്ളൂ. അപ്പോൾ പാൻക്രിയാസിൽ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെയും ആഹാരത്തിൽ ശരീരത്തിനകത്ത് ചെല്ലുന്ന ഗ്ലൂക്കോസിന്റെയും കൃത്യമായ സപ്ലൈ, കൃത്യമായ വിതരണം നടക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം. അതിന് കൃത്യമായ വ്യായാമം ആവശ്യമാണ്. വ്യായാമത്തിന്റെ കുറവ് കൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും സപ്ലൈ മുടങ്ങും. ഇത് നമ്മളുടെ ഷുഗറിനെയും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളെയും അനുബന്ധ രോഗങ്ങളെയും ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കാനും ഇടയായിത്തീരുകയും ചെയ്യും. വ്യായാമത്തിന്റെ മറ്റൊരു ആവശ്യകത, നമുക്കറിയാം പ്രമേഹമുള്ള 90% പേർക്കും ഇന്നല്ലെങ്കിൽ നാളെ ന്യൂറോപ്പതി ഉണ്ടാവും. അതായത് നമ്മളുടെ രക്തക്കൊള്ളികൾക്കുള്ളില് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും. ഇതിന്റെ ഫലമായിട്ട് പല സെല്ലുകൾക്കും ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരും, പ്രാണവായു കിട്ടാതെ വരും, അതുപോലെ ടോക്സിൻ മൂവ്മെന്റ് നടക്കാതെ വരും, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും. ഇതാണ് പെരിഫറൽ ന്യൂറോപ്പതിയുടെ കാലിന്റെ പ്രശ്നത്തിന് കാരണം. ഇതാണ് റെറ്റിനോപ്പതിയുടെ കണ്ണിന്റെ പ്രശ്നത്തിന്റെ കാരണം. ഇതാണ് നെഫ്രോപ്പതി നമ്മളുടെ കിഡ്നിയെ ബാധിക്കാനുള്ള കാരണം. ഇതാണ് കാർഡിയാക്ക് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക്. ഇത് ലിവറിനെ ബാധിക്കുന്നു. ഇത് ലൈംഗിക ശേഷിയെ ഇല്ലാതെയാക്കുന്നു.
അതുപോലെ ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, അൽഷിമേഴ്സ് തുടങ്ങിയുള്ള പല ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗം കാരണമായി തീരുന്നത് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നതാണ്. ശക്തമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞരമ്പുകൾക്കുള്ളിൽ ഇതിന് അടിഞ്ഞുകൂടാൻ സാധിക്കില്ല. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശക്തമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ബ്രഷ് പോലെ ഇത് ദിവസവും ക്ലീൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് രക്തക്കൊഴലുകളിലെ വ്യാസം കുറഞ്ഞു പോകില്ല, പ്രഷർ വർദ്ധിക്കില്ല, ന്യൂറോപ്പതി തുടങ്ങിയ രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാതെ രക്ഷപ്പെടാൻ സാധിക്കും. അഥവാ ഇത്തരം രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചു കൊണ്ടുവരാനും ഒരു പരിധിവരെ ഇല്ലാതെയാക്കാനും ഈ വ്യായാമത്തിന് സാധിക്കും. മറ്റൊരു ഗുണം പൊണ്ണത്തടി കുറയ്ക്കുന്നുള്ളതാണ്. പ്രമേഹമുള്ള ആളുകളിൽ ഇന്ന് പൊണ്ണത്തടി അമിതമായ ശരീരഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിത ശരീരഭാരം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രമേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും, പ്രമേഹാനുബന്ധ രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത്തരം രോഗങ്ങളെ കുറയ്ക്കാനും വളരെ ഫലപ്രദമാണ് വ്യായാമം എന്ന് മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, സാറേ ഞാൻ നടക്കണമെന്ന് പറയും. നടന്നിട്ട് മാത്രം കാര്യമില്ല. ഒന്നും ചെയ്യാത്തതിൽ ഭേദമാണ് നടക്കൽ എന്ന് പറയാം. നടന്നാൽ നമ്മളുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗത്തിന് കാലിന് മാത്രമേ വ്യായാമം കിട്ടുന്നുള്ളൂ. കൈ വീശി നടന്നാൽ കുറച്ച് വ്യായാമം കൈയിനും കിട്ടുന്നു. കൈയും കാലും അല്ല ശരീരം. ശരീരത്തിൽ വേറെ അനവധി അവയവങ്ങളുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്, നാഡികളുണ്ട്, ഞരമ്പുകളുണ്ട്, മസിലുകളുണ്ട്, ജോയിന്റുകളുണ്ട്. ഇത്തരം അവയവങ്ങൾക്ക് എല്ലാം വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള വ്യായാമം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് നമുക്ക് ആവശ്യമാണ്. 8-10 കിലോമീറ്റർ ദിവസം നടക്കുന്നവർക്കും ഈ പറഞ്ഞ പല പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. പലതരത്തിലുള്ള വ്യായാമ മുറകളുണ്ട്. ഒന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും ഫലപ്രദമായിട്ട്, ഏറ്റവും ചെലവ് കുറഞ്ഞത്, ഏറ്റവും കുറച്ച് ഉപകരണങ്ങൾ മാത്രം ആവശ്യമുള്ള ഒരു വ്യായാമമാണ് യോഗാസനങ്ങൾ. യോഗാസനങ്ങളും പ്രാണായാമവും. ഈ മാർഗത്തിലൂടെയാണ് ഞാൻ ഈ പ്രശ്നത്തെ കുറച്ച് കൊണ്ടുവരുന്നത്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം, ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവർക്കും ചെയ്യാം. ഇനി എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്തവർ കട്ടിൽ കിടന്നു പോലും ചെയ്യാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങളുണ്ട്. ശരീരത്തിന് ചലനം ആവശ്യമാണ്. ചലനം എന്ന് പറഞ്ഞാൽ അത് ജീവന്റെ ലക്ഷണമാണ്. നിശ്ചലനം എന്ന് പറഞ്ഞാൽ മരണമാണ്. ചത്ത് മരച്ചു എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് പറ്റില്ല, എനിക്ക് പ്രായമായി, അല്ലെങ്കിൽ എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെയാണ് എന്ന് പറഞ്ഞിരിക്കരുത്. മടി വിചാരിക്കരുത്. കുറച്ചെങ്കിലും വ്യായാമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവും. എത്രത്തോളം നിങ്ങൾ ശരീരത്തെ അനക്കിക്കൊണ്ടിരിക്കുന്നു, ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് യൗവനം നിലനിൽക്കുമെന്ന് മനസ്സിലാക്കണം. അത്രത്തോളം നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കും. അത്രത്തോളം സ്വാശ്രയത നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. മരുന്നുകളുടെ അളവ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ഷുഗറും മറ്റു രോഗങ്ങളും കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഇത്തരം അനവധി കാര്യങ്ങളെക്കുറിച്ച് മൂവാറ്റ് സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് പഠിക്കുന്നുണ്ട്. പല പ്രായത്തിലുള്ള പല പ്രശ്നങ്ങളിലുള്ള ആളുകൾ വന്നിട്ട് അതെല്ലാം വളരെ ഫലപ്രദമായിട്ട് കുറച്ചുകൊണ്ടുവരാൻ ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സർസൈസിലൂടെയും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. ചെയ്യേണ്ടത് മടി ഒഴിവാക്കുകയാണ്. നല്ല കാര്യം ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ശുഭസ്യ ശീക്കർ എന്ന് പറയും. നല്ല കാര്യം നാളത്തേക്ക് മാറ്റി വെക്കരുത്, ഇന്ന് തന്നെ ആരംഭിക്കുക. അതിനുള്ള എല്ലാ സൗകര്യവും മൂവാറ്റ് സുഖജീവൻ നേച്ചർ സെന്റർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്.